ഈ ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ നാൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പം മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൊടി ഉണ്ടാക്കി ദിവസേന അവരുടെ എപ്പോഴെങ്കിലും ഉള്ള ഫുഡിൽ 1 ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പാലുണ്ടാവും. ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് അല്പം വെളിച്ചെണ്ണ ചാലിച്ച് കൊടുത്താൽ മതി. മുരിങ്ങയില ഇതേപോലെ ക്രിസ്പായിട്ട് വറുത്ത ശേഷം അതേ പാനിൽ തന്നെ ഉഴുന്ന്, ചെറുവറ്റിയും പരിപ്പ്, പിന്നെ കടലപ്പരിപ്പാണ് ചേർക്കുക. അത് ഇതിനോടൊപ്പം ഇടാം. ഞാൻ പൊട്ടുകടല ആയതുകൊണ്ട് ഒക്കെ ആയതിന് ശേഷമാണ് പൊട്ടുകടല ചേർത്തത്. ഇനി മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി അതിൽ കായംപൊടിയും കൂടിയും ഇട്ട് ചൂടാക്കിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം അതേ പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് ചോക്കെ വറുത്തെടുക്കണം. ഇനി അതിലേക്ക് കുരുമുളക് ഇട്ട് കോൽപ്പുളിയും കൂടിയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ മിക്സ് പൊടിച്ചെടുത്ത അതേ ജാറിലേക്ക് ഈ ഒരു മിക്സും കൂടി ചേർത്ത് നമ്മൾ വറുത്ത് വെച്ച മുരിങ്ങയിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ പൊടിച്ച് വെച്ച ചമ്മന്തിപ്പൊടിയിൽ അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് നമുക്ക് ഇഡ്ഡലിയോടൊപ്പമോ ദോശയോടൊപ്പമോ അല്ലെങ്കിൽ ചോറിനൊപ്പമോ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിലാണെങ്കിൽ 1 വർഷം വരെ കേടുകൂടാതിരിക്കും. ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ വേറൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി പിന്നെ കാണാം.